കാർത്തിക ദീപം വിഷയത്തിൽ തമിഴ്നാട് കത്തുകയാണ്. തമിഴ്നാട്ടിലെ DMK സർക്കാർ നിലംപതിക്കാൻ ഒരുങ്ങുന്നു എന്നുള്ള വാർത്തകൾ പുറത്തു വരുന്നു. കേന്ദ്ര സർക്കാർ DMK സർക്കാരിനെതിരെ അതിരൂക്ഷമായ വിമർശനം ഉന്നയിക്കുന്നു. പാർലമെന്റിൽ നിന്ന് മന്ത്രി അനുരാഗ് ഠാക്കൂർ തമിഴ്നാടിനെ വിശേഷിപ്പിച്ചത് രാജ്യത്ത് ഒരു സംസ്ഥാനമുണ്ട്, സനാതനധർമ്മത്തെ എതിർക്കുന്ന, സനാതനധർമ്മത്തിൻ്റെ ശത്രുവായിട്ടുള്ള, ആൻറ്റി സനാതൻ ധർമ്മ ആയിട്ടുള്ള ഒരു സംസ്ഥാനം. ആ സംസ്ഥാനം മറ്റാരുമല്ല, ആ സംസ്ഥാനം തമിഴ്നാടാണ്. തമിഴ്നാട്ടിലെ ജനത, ആ ജനത ഇന്ന് DMK സർക്കാരിനെ വെറുക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും രസകരമായ കാര്യം. നമുക്കറിയാം, തിരുപ്പുറക്കുണ്ട്രം പതിറ്റാണ്ടുകളായി കാർത്തിക ദീപം തെളിയിക്കുന്ന തമിഴ്നാട്ടിലെ തന്നെ ഏറ്റവും പ്രശസ്തമായിട്ടുള്ള മുരുക ക്ഷേത്രം സ്ഥിതി ചെയ്യുന്ന ഒരു കുന്ന്, ഒരു മല. ആ കുന്നിൽ ഇത്തവണ കാർത്തിക ദീപം തെളിയിക്കാനെത്തിയ നൂറുകണക്കിന് വരുന്ന ഹിന്ദു വിശ്വാസികളെയാണ് DMK സർക്കാരിൻ്റെ കീഴിലുള്ള പോലീസ് എതിരിട്ടത്. അവിടെ ദീപം തെളിയിക്കാനാകില്ലെന്നും അവിടെ ഒരു ദർഗ, മുസ്ലിം ദർഗയുണ്ടെന്നും ആ ദർഗ പുതുക്കിപ്പണിയുകയാണെന്നും ആ പള്ളിയുടെ സ്വന്തമാണ് ആ മലയെന്നുമായിരുന്നു ആ പോലീസ് പറഞ്ഞത്. വിശ്വാസം വ്രണപ്പെട്ട ആ ഹിന്ദുക്കൾ പോലീസിനോട് പറഞ്ഞു, ഞങ്ങളുടെ പതിറ്റാണ്ടുകളായിട്ടുള്ള ആചാരമാണ്, ഞങ്ങൾ വളരെയധികം പ്രതീക്ഷ പുലർത്തുന്ന ഒരു സ്ഥലമാണ്, ഒരു ദേവസ്ഥാനമാണിത്, ഞങ്ങൾക്കിവിടെ തിരി തെളിയിക്കണം, ഞങ്ങൾക്കിവിടെ വിളക്ക് തെളിയിക്കണം, ഞങ്ങളുടെ ഏറ്റവും വലിയ ആഗ്രഹമാണിത്. അവർ വീണ്ടും വീണ്ടും യാചിച്ചു. ഒടുവിൽ ഗത്യന്തരമില്ലാതെ ആ കുന്നിലേക്ക് ഓടിക്കയറാൻ സ്ത്രീകളടക്കമുള്ള ആ വിശ്വാസികൾ ശ്രമിച്ചു. പോലീസ് നിഷ്കരുണമാണ് ലാത്തി കൊണ്ട് അടിച്ചവരെ ഓടിച്ചത്. തറയിലിട്ട് നടുറോഡിലിട്ട് അവരെ വലിച്ചു വെച്ചു. അങ്ങനെ യാതൊരു തരത്തിലുള്ള മര്യാദയും നൽകാതെ, ഒരു ദയയും നൽകാതെ ആ പാവങ്ങളെ ആക്രമിച്ച് ഓടിക്കുകയായിരുന്നു സ്റ്റാലിൻ്റെ പോലീസ് ചെയ്തത്. എന്തിനു വേണ്ടിയായിരുന്നു? ഒരു മുസ്ലിം ശവകുടീരത്തിന് വേണ്ടി, ഒരു മുസ്ലിം ദർഗയ്ക്ക് വേണ്ടി ആ ഹിന്ദു ക്ഷേത്രത്തെയും അത് ചുറ്റിപ്പെടുന്ന മലയെയും തള്ളിക്കളയാൻ വേണ്ടി, അവിടെയുള്ള ഹിന്ദു ക്ഷേത്രത്തെ നശിപ്പിക്കാൻ വേണ്ടിയുള്ള സ്റ്റാലിൻ സർക്കാരിൻ്റെ വലിയ നടപടിയായിരുന്നു അത്. ഒടുവിൽ ഹിന്ദുക്കൾ ഒന്നിച്ചു. തമിഴ്നാട്ടിലെ സർക്കാരിനെതിരെ ഹിന്ദു ഐക്യവേദി അതിശക്തമായ സമരം ആരംഭിച്ചു. മദ്രാസ് ഹൈക്കോടതിയുടെ മധുര ബെഞ്ച് സർക്കാരിനെ കണക്കിന് വിമർശിച്ചു. സർക്കാരിനെതിരെ അതിശക്തമായ വിധി എഴുതി. മലമുകളിൽ തിരുപ്പുറക്കുണ്ട്രം ക്ഷേത്രത്തിലും അതിൻ്റെ മുകളിലുള്ള ദീപസ്തംഭത്തിലും ദീപം തെളിയിക്കാൻ മദ്രാസ് ഹൈക്കോടതി വിധിച്ചു. ഒടുവിൽ ആ ജഡ്ജിയെ ഇംപീച്ച് ചെയ്യാനായിരുന്നു DMK സർക്കാരിൻ്റെ നീക്കം. MK സ്റ്റാലിൻ എന്ന സനാതനധർമ്മത്തെ എതിർക്കുന്ന, സനാതനധർമ്മത്തിൻ്റെ അന്തകനെന്ന് സ്വയം കരുതുന്ന ആ മുഖ്യമന്ത്രി ആ ഹൈക്കോടതി ജഡ്ജിയെ ഇംപീച്ച് ചെയ്യാനുള്ള തീരുമാനമെടുത്തു. ഇതോടുകൂടി ഒരു കാര്യം വ്യക്തമായി, MK സ്റ്റാലിൻ സ്വന്തം വിധി തിരുത്തി എഴുതുകയാണ്. MK സ്റ്റാലിൻ സ്വയം തൻ്റെ വിധി അവസാനിപ്പിക്കുകയാണ്. സ്വയം ആത്മഹത്യയിലേക്ക് പോകുന്ന, സ്വയം മരിക്കാനൊരുങ്ങുന്ന ഒരുത്തൻ്റെ വിധിയിലേക്ക് MK സ്റ്റാലിൻ പോവുകയാണ്. എന്തായാലും രാജ്യം മുഴുവൻ ഇപ്പോൾ തമിഴ്നാട് സർക്കാരിൻ്റെ ഈ തീരുമാനത്തിനെതിരെ വലിയ പ്രക്ഷോഭങ്ങൾ ആരംഭിച്ചിരിക്കുന്നു. തമിഴ്നാട്ടിലെ ഹൈന്ദവർ ഒറ്റക്കെട്ടായി പറയുന്നു, ഈ ദുഷിച്ച ഭരണത്തിൽ നിന്ന് ഞങ്ങൾക്ക് മോചനം വേണം. എല്ലാ കാലത്തും DMKയും AIDMKയും മാറി മാറി സ്വീകരിച്ച തമിഴ്നാട് ജനത ഇപ്പോൾ പറയുന്നു, ഞങ്ങൾക്ക് ഒരു മാറ്റം വേണം. ഞങ്ങളുടെ പ്രശ്നങ്ങൾ പരിഗണിക്കുന്ന, ഞങ്ങളുടെ വിഷയങ്ങൾ അറിയുന്ന, ഞങ്ങളുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരമേകുന്ന ഒരു സർക്കാർ ഞങ്ങൾക്ക് വേണം. അതായത് ഒരു മാറ്റം തമിഴ്നാട്ടിലെ ജനതയും ആഗ്രഹിച്ചിരിക്കുന്നു എന്നുള്ളതാണ് പുറത്തു വരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വിവരങ്ങൾ. എന്തായാലും കാർത്തിക ദീപ വിഷയം, തിരുപ്പുറക്കുണ്ട്രം വിഷയം തമിഴ്നാടിനെ ആടി ഉലയ്ക്കുന്നു എന്നുള്ളതാണ് പുറത്തു വരുന്ന ഏറ്റവും സുപ്രധാനമായ വാർത്തകൾ. തിരുപ്പുറക്കുണ്ട്രം വിഷയത്തിൽ DMK സർക്കാരിനെതിരെ വലിയ പ്രക്ഷോഭങ്ങൾ തമിഴ്നാട്ടിൽ ആരംഭിക്കുന്നു. തമിഴ്നാട്ടിലെ ഹൈന്ദവ കൂട്ടായ്മ സർക്കാരിനെ താഴെ ഇറക്കാനുള്ള വലിയ പരിശ്രമങ്ങൾ ആരംഭിച്ചിരിക്കുന്നു. നാളെ മുതൽ അവിടെ വലിയ പ്രതിഷേധ സമരങ്ങളും നിരാഹാര സമരവും ആരംഭിക്കാനാണ് ഇപ്പോൾ ഹിന്ദു ഐക്യമുന്നണിയുടെ തീരുമാനം.
തമിഴ്നാടിനെ സംബന്ധിച്ച് വിശ്വാസം ഏറെ പ്രാധാന്യമുള്ള ഒരു സംസ്ഥാനമാണ്. ആ സംസ്ഥാനത്താണ് ഹിന്ദുക്കളുടെ ആരാധനയ്ക്ക് നേരെ, ഹിന്ദുക്കളുടെ വിശ്വാസങ്ങൾക്ക് നേരെ ഒരു ഭരണകൂടം തന്നെ നിലപാടെടുക്കുന്നത്. അതായത് അധികാരത്തിന് വേണ്ടി ന്യൂനപക്ഷ പ്രീണനം കാണിക്കാം, അതിൻ്റെ ഏറ്റവും അങ്ങേ തലക്കിലായിരിക്കുന്നു എന്നുള്ളതാണ് പുറത്തു വരുന്ന ഏറ്റവും സുപ്രധാനമായ വിവരം. DMK സർക്കാർ സ്വയം തങ്ങളുടെ ശവക്കുഴി തോണ്ടിയിരിക്കുന്നു. DMK സർക്കാർ ഹിന്ദുക്കളെ ഒറ്റിക്കൊണ്ട്, ഹിന്ദുക്കളെ തള്ളിക്കളഞ്ഞുകൊണ്ട്, ഹിന്ദുക്കളെ ഒറ്റുകൊടുത്തുകൊണ്ട് സ്വയം തങ്ങളുടെ മരണക്കടി തന്നെ ഒരുക്കിയിരിക്കുന്നു എന്ന് ഉറപ്പിച്ച് പറയാനാകും. എന്തായാലും തിരുപ്പുറക്കുണ്ട്രം വിഷയം, തിരുപ്പുറക്കുണ്ട്രത്തിലെ ആ മുരുകക്ഷേത്രത്തിൽ ദീപം തെളിയിക്കാത്ത ആ വിഷയം, അത് DMK സർക്കാരിൻ്റെ അന്ത്യം കുറിക്കുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവും